ഓട്ടോയിൽ നിന്നിറങ്ങി വരുന്ന ആളെ കണ്ടതും അമ്മയുടെ മുഖം തിളങ്ങി. വാ മോളെ, എത്ര നാളായി കുഞ്ഞി നീ ഇങ്ങോട്ട് വന്നിട്ട്. അമ്മയുടെ കുട്ടിക്ക് സുഖാണോ? മോള് വാ, കയറിയിരിക്കെ. അമ്മ കുടിക്കാൻ എടുക്കുക. അവൾ ആ വീട്ടിലേക്ക് നോക്കി. അവിടെ ഷെൽഫിൽ തന്റെ പഴയ ID കാർഡ് ഇരിക്കുന്നത് അവൾ എടുത്തു നോക്കി. ഇപ്പോൾ തന്റെ അഡ്രസ് ഇതല്ല, ഇപ്പോൾ തന്റെ വീടും നാടും ഇതല്ല. ഇത് കുടിക്ക്. അമ്മ കൊണ്ടുവന്ന ജ്യൂസിലേക്ക് അവൾ നോക്കി. വിരുന്നുകാർ വരുമ്പോഴാണ് അമ്മ ജ്യൂസും പലഹാരമൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് അവൾ ഓർത്തു. അത് വാങ്ങി കുടിക്കുമ്പോൾ അവൾക്ക് വല്ലാതെ വീർപ്പുമുട്ടി. മോനൂട്ടൻ എവിടെ അമ്മേ? അവൻ നീ വരുന്നുണ്ട് മീനും മറ്റുമൊക്കെ വാങ്ങാൻ പോയതാ. ഇപ്പൊ വരും. നിന്റെ റൂം ഇപ്പോ അവന്റെയാ. റൂം കിട്ടിയപ്പോ ചെക്കന്റെ സന്തോഷം ഒന്ന് കാണായിരുന്നു. അമ്മ എന്തോ വലിയ കാര്യം പോലെ അവളോട് പറഞ്ഞു. അവളെല്ലാം ഒരു ചിരിയോടെ കേട്ടിരുന്നു. പണ്ടൊക്കെ താനും മോനൂട്ടനും കൂടെ ആയിരുന്നു വിരുന്നുകാർ വരുമ്പോൾ മീനും ഇറച്ചിയൊക്കെ വാങ്ങാൻ പോകുന്നത്. അന്നൊക്കെ താൻ ഈ വീട്ടിലെ കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ താനാണ് ഈ വീട്ടിൽ വന്ന അതിഥി. അല്ല കുഞ്ഞി, നീ എന്നാ പെട്ടെന്നിങ്ങ് പോന്നേ? അവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ നീ? നോക്ക്, ഇവിടത്തെ പോലെ അല്ല അവിടെ കേട്ടോ. അമ്മ പറഞ്ഞതും താൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് അവൾ ഓർത്തു. ഭർത്തൃ വീട്ടിൽ താനാകെ ഒറ്റപ്പെട്ടു പോയോണ്ടാണ് ഇങ്ങോട്ട് വന്നേ. എന്നും തനിക്ക് അവിടെ കുറ്റവും കുറവുകളുമാണ്. എന്തേലും ചോദിച്ചാലോ പറഞ്ഞാലോ ഇങ്ങനെ കിടന്ന് തിളക്കാൻ ഇത് നിന്റെ വീടാണോ എന്ന ചോദ്യവും. താൻ വീട്ടിൽ വരുന്ന ആരോ ആയി മാറിയോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ അമ്മയുടെ പുറകെ അടുക്കളയിലോട്ട് പോയി. ഞാൻ സഹായിക്കാം അമ്മേ. അവൾ അതും പറഞ്ഞ് കത്തിയെടുത്തതും അമ്മ വേഗം വന്ന് അത് വാങ്ങി. ഒന്ന് പോയേ കുഞ്ഞി, നീ അവിടെ ഹാളിലെങ്ങാനും പോയിരിക്കേ. അവൾ അമ്മയെ ദയനീയമായി നോക്കി. ശരിയാണ്, വീട്ടുകാരാണ് വീട്ടിലെ പണിയെല്ലാം ചെയ്യേണ്ടത്. പണ്ട് താൻ ഇവിടുത്തെ പണിയെല്ലാം ചെയ്തിരുന്നതല്ലേ, ഇപ്പോൾ ഭർത്തൃ വീട്ടിലും ചെയ്യുന്നു. എന്നിട്ടും ഇത് രണ്ടും